ബിഗ് ബോസ് 11-ാം ദിവസം അടിപൊളിയായിരുന്നു. ഫ്രൂട്ട്ഫുൾ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു രസകരമായ ഒരു കംപ്ലീറ്റ് രസകരമായ ഒരു ഐറ്റംസ് ഒക്കെ കടന്നു പോയൊരു ദിവസമായിരുന്നു ബിഗ് ബോസിലെ 11-ാം ദിവസം. ദിവസം തുടങ്ങേണ്ടത് നമ്മുടെ കട്ടപ്പനയിലെ ഹൃത്തിക് സിനിമയ്ക്കകത്തെ അടിച്ചുപൊളി പാട്ടുണ്ടല്ലോ, മച്ചാനെ തമ്പടിക്കിളി. നല്ല രീതിയിൽ എല്ലാവരും എൻജോയ് ചെയ്ത് ഭയങ്കര എനർജറ്റിക് ആയിട്ട് എല്ലാവരും ആക്റ്റീവായിട്ട് തുടങ്ങിയൊരു ദിവസം. എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ആ ഒരു ചോദ്യം എത്തിയിരിക്കുകയാണ്. എല്ലാവരും പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് പ്രേക്ഷകർ അറിയാൻ ആഗ്രഹിച്ചൊരു കാര്യത്തിൻ്റെ ചോദ്യമായിരുന്നത്. ബിഗ് ബോസിനകത്തുള്ള ആൾക്കാർ അറിയാൻ ആഗ്രഹിച്ചതാണ്. പിന്നെ ഓഫ് കോഴ്സ് അത് ചോദിച്ചത് റോക്കിയാണ്. റോക്കിയും പേഴ്സണലായിട്ട് അറിയാൻ ആഗ്രഹിച്ചൊരു ചോദ്യമായിരുന്നു. എന്താണെന്നറിയാം, എല്ലാവർക്കും അറിയാം. ജാസ്മിനും ഗബ്രിയലുമായിട്ടുള്ള അത് ആ ഒരു റിലേഷൻഷിപ്പ് എന്താണ് ഇതിൻ്റെ സംഭവം? നിങ്ങൾ പ്രണയമാണോ, അത് നിങ്ങൾ ഫ്രണ്ട്സാണോ, എന്താണ് നിങ്ങളുടെ ഇതിനകത്തെ ഒരു സീക്രട്ട് എന്താണ്? ഓഫ് കോഴ്സ് എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ജാസ്മിൻ അതിൻ്റെ ഒരു മറുപടി പറഞ്ഞത് അവൻ എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ടാണ്, അതിൻ്റെ അപ്പുറം ഒരു റിലേഷൻഷിപ്പ് ഇല്ല. പിന്നെ ഒരാളെ പ്രണയിക്കുവാണെന്നുണ്ടെങ്കിൽ അത് കെട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, അത് അന്യമതത്തിലുള്ള ഒരാളെ അല്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എന്താ പറഞ്ഞാൽ ഒന്ന് സെൻസിറ്റീവ് കാണിച്ചോടെ. ഓരോരുത്തരുടെ ചിന്തകൾക്ക് ഓരോ ഇതുണ്ട്. എൻ്റെ രീതികൾ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ വളരെ സെൻസിബിളായിട്ടൊരു ചോദ്യം റോക്കി അവിടെ ചോദിക്കുന്നുണ്ട്. കാര്യം ഞാൻ വിചാരിച്ചത് റോക്കിയും ഗബ്രിയലുമായിട്ട് പൊരിഞ്ഞ് തല്ലാണ്, വഴക്കാണ്, അങ്ങനെയൊക്കെ പറയുമ്പോഴും റോക്കി ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആൺ സുഹൃത്തിൻ്റെ, സാറിന് ഇങ്ങനെ പ്രേമകഥകളിൽ പെട്ടുപോകുന്നതിൽ നമ്മൾ കേൾക്കുന്ന കഥകൾ പെണ്ണുങ്ങൾ മാത്രം പെട്ടതാണ്, ആണുങ്ങൾക്ക് എന്താ സംഭവിച്ചെന്നുള്ളത് പലരും ചോദിക്കാറുമില്ല. വളരെ ധൈര്യമാണ് മക്കളെ ആണുങ്ങളുടെ കാര്യം. ഓക്കെ, അതൊക്കെ പെട്ടുപോയ ആൾക്കാർക്ക് അറിയാം. അപ്പോൾ അത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നീ ഇങ്ങനെ കാണിക്കുമ്പോൾ അവൻ്റെ ഒരു ഫ്യൂച്ചർ ലൈഫ്, അവൻ്റെ ലൈഫ് എങ്ങനെയാവുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതെല്ലാവരും ആൾക്കാർ കാണുന്നതാണ്. നീ ഇങ്ങനെ പറഞ്ഞു ഒഴിയുമ്പോൾ അവൻ്റെ ഒരു ഫ്യൂച്ചർ ലൈഫ്. അപ്പോൾ പെട്ടെന്ന് യാസ്മിൻ പറയുവാണ്, എൻ്റെ വീട്ടുകാർക്ക് എന്നെപ്പറ്റി നന്നായിട്ട് അറിയാം, എനിക്ക് കുറേ പ്രണയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അവർക്ക് എൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ അറിയാം. പിന്നെ പെട്ടെന്ന് അവിടെ നിന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഇതിലേക്കാണ് പോകുന്നത്. ഒരാൾ ഇപ്പോൾ ഇവിടെ കരയുമ്പോൾ, ബിഗ് ബോസിൽ കരയുമ്പോൾ എല്ലാവരും വന്ന് ആശ്വസിപ്പിക്കാറുണ്ട്, കെട്ടിപ്പിടിക്കാറുണ്ട്, തൊടാറുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, ഉമ്മ വയ്ക്കാറുണ്ട്. പക്ഷെ അതിലൊരു ആത്മാർത്ഥത വേണം. പറയുന്നതൊക്കെ ഭയങ്കര പോയിന്റുകളാണ്, ഇതൊക്കെ ആലോചിച്ച് ചിന്തിച്ചെടുത്ത ഡയലോഗാണെന്ന് അറിയില്ല. അതൊരു സിറ്റുവേഷൻ വരുമ്പോൾ മുങ്ങാനുള്ള തരിയുടെ ഡയലോഗാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവൻ്റെ ആ തൊടലിലും പിടിക്കലിലും ആ ഹഗ്ഗിങ്ങിലൊക്കെ അവർ ഭയങ്കരമായിട്ട് ആത്മാർത്ഥത തോന്നിയിട്ടുണ്ട്. പിന്നെയും അതിനെ വേറൊരു ചോദ്യം ചോദിക്കണതിന് മുന്നേ ഏതൊരു ബലൂൺ വീർപ്പിക്കുമ്പോഴും അതിനകത്ത് കുറേ ഉമ്മിനീര് അല്ലെങ്കിൽ തുപ്പൽ, എയർ, ഇതെല്ലാം നിറഞ്ഞ അവസാനം ആ ബലൂൺ പൊട്ടും. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് റോക്കി അങ്ങനെ പൊട്ടുമ്പോൾ, അങ്ങനെ ഒരു ബലൂണാണല്ലേ അവൻ, അത് പറയുന്നു. അങ്ങനെ ഒരു ബലൂൺ പൊട്ടുമ്പോൾ നീ വേറൊരു ബലൂൺ പിടിക്കും. പെട്ടെന്ന് ജാസ്മിൻ ആരാണെന്നറിയാമല്ലോ, പെട്ടെന്ന് സ്റ്റക്കാവേണ്ട കാര്യമൊന്നുമില്ല. അവിടെ നിന്ന് എന്തായാലും കിടന്നുരുണ്ട് അടുത്ത ആൻസറിലേക്ക് എത്തും ജാസ്മിൻ, അതിനുള്ള കഴിവ് ജാസ്മിനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നുമില്ല, എനിക്ക് അവനെൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ടാണ്, അതിനെ സ്ഥാപിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, റോക്കിയുടെ പല കൗണ്ടർ ക്വസ്റ്റ്യൻസിനെയും സ്ഥാപിച്ചെടുത്തു. അവൻ എൻ്റെ നല്ല ഫ്രണ്ടാണ്. ബിഗ് ബോസ് ഹൗസിൽ അവനെപ്പോലെ വേറെ ആളില്ല, അവൻ്റെ എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥതയുണ്ട്. പിന്നെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഈ ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുമോ, അതോ നിങ്ങൾ വേറെ വല്ല തരികട പരിപാടിക്കും പോകുമോ എന്നുള്ളതൊക്കെയാണ് റോക്കി ചോദിക്കുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ലോകം വേറെയാണ്. നമുക്ക് ഇവിടെ നടക്കുന്ന പോലെ കൈ പിടിച്ച് കോർത്ത് പിടിച്ച് നടക്കലും നടക്കില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതേപോലെ എപ്പോഴും വിളിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ലോകം വേറെയാണ്. ഓക്കെ, ഇവിടെ വേറൊരാളില്ല കമ്പനി കൂടാനത് നമ്മുടെ പ്രശ്നങ്ങൾ പറയാനൊന്നും. അപ്പോൾ ഇവിടെ വെച്ചുള്ള സംഭവങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും, അല്ലാണ്ട് വേറെ അതിന് ഇവിടെ കാണിക്കുന്ന പോലത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാകില്ല. കാര്യം അത് ലോകം വേറെയാണ്, അവിടെ ഇഷ്ടംമാതിരി ആൾക്കാർ വേറെ ഉണ്ടാവും, അവരുമായിട്ടൊക്കെ ഇറങ്ങണ്ടേ. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്, അതല്ല ഉദ്ദേശിച്ചത്, പക്ഷേ നമുക്കങ്ങനെ ഊഹിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അങ്ങനെ ആ കാര്യങ്ങൾ പോയി. ഈ ചോദ്യങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ചോദിച്ചതെന്നൊക്കെ അറിയാമല്ലോ. ഈ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് പലരും ഇവിടെ വെയിറ്റിംഗ് ആയിരുന്നു. അത് റോക്കി അവിടെ ചെന്ന് ആൻസർ പറയുന്നുണ്ട്. അവർ തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇതാണ് അവരുടെ ഇത്, ബാക്കിയുള്ളവർ മിസ് ജഡ്ജ്മെൻറ്റ് നടത്തുന്നതാണ് അവർക്കെതിരെ എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ അവിടെ ഇരുന്ന ആൾക്കാർ ആർക്കെയാണ്, അപ്സരയും മറ്റേ അൻസിബ ഞങ്ങളാരും മിസ് ജഡ്ജ് ചെയ്തതല്ലോ, ഇവരിങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോണതല്ല, അല്ലാണ്ട് ആരും കോൺഷ്യസ്ലി അത് ചെയ്യുന്നതല്ല. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. ആരും ഇവിടെ ഇതുവരെയായിട്ടും അതിനെപ്പറ്റി വലിയൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആക്കിയൊന്നും ഇവർ തമ്മിലുള്ള പ്രണയത്തിൻ്റെയോ ബന്ധത്തിൻ്റെയോ ഒന്നുമല്ല. പക്ഷേ ആ ഒരു ബന്ധം പോകുന്നത് പല ആൾക്കാർക്കും പ്രശ്നം വരുന്നുണ്ട്, പല ആക്ടിവിറ്റീസിലും പ്രശ്നം വരുന്നുണ്ട്, പല കാര്യത്തിലും പാർഷ്യാലിറ്റി സംഭവിക്കുന്നുണ്ടെന്നുള്ളത് ബാക്കി കാര്യങ്ങളെ ബാധിച്ചു തുടങ്ങിയപ്പോഴാണ് അവർക്ക് പ്രശ്നമായിട്ട് തോന്നിയത്. അത് ശരിയാണ്, അവർ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണ്. അപ്പോൾ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഗബ്രി വരുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ ഇതൊരു ജസ്റ്റ് ഒരു കേക്ക് വാക്ക് പോലെ ഒരു റിലേഷൻഷിപ്പാണെന്ന് പറയുമ്പോഴും ഗബ്രി അടക്കം വെച്ചും എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറയും. ഞാൻ വരാമെന്ന് ഇവള് പറയുന്നുണ്ട്, ജാസ്മിൻ പറയുന്നുണ്ട്.
ഞാൻ കുറേ നേരമായി വെയിറ്റ് ചെയ്ത് നിന്നു. ഒരു പൊസസീവ്നെസ് കാണിച്ചു തുടങ്ങി. അതായത് മനസ്സിലായോ, പൊസസീവ്നെസ് വരുമ്പോഴാണ് ബന്ധങ്ങൾ എവിടെയാണ് നിൽക്കണം എന്നുള്ളത് മനസ്സിലാണ്. അപ്പോൾ തിരിച്ച് റസ്മിൻ്റെ അടുത്ത് പോയി നിൽക്കുന്ന ഒരു സീൻ അവിടെ കാണിക്കുന്നുണ്ട്. റോക്കിയും ജാസ്മിനും അവിടെ സംസാരിക്കുന്നു, റസ്മിനും ഗബ്രിയലും. എന്താ അവളോടെ പോയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവളോടെ റോക്കിയായിട്ട് കുണച്ചണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ പറയുന്നു എനിക്കവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എൻ്റെ നല്ലൊരു ആത്മാർത്ഥ സുഹൃത്താണ്. അപ്പുറത്ത് വേറെ കാര്യങ്ങളൊക്കെ എരിഞ്ഞ് അമർന്നുകൊണ്ടിരിക്കുകയാണ്. നഷ്ടമാണ് മകളെ, അല്ല വേർപാടാണ് മകളെ, നഷ്ടമാണ് പ്രണയമോ, അങ്ങനെ ഒരു ഡയലോഗ് കേട്ടില്ലേ? നഷ്ടപ്പെടുമ്പോഴാണ് കണ്ണിൻ്റെ വില അറിയുള്ളൂ എന്ന് പറയുന്നത് പോലെ. അപ്പം അങ്ങനെ എന്ത് സംഭവം അവിടെ നടക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ജാസ്മിൻ ഗബ്രീൻ്റെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്തോ ഹിന്ദി ഡയലോഗ്, മേരാ പ്യാർ, അങ്ങനെ എന്തൊക്കെ ഹിന്ദി ഡയലോഗൊക്കെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിട്ടാണ്. അത് കേരളത്തിലെ ആൾക്കാർക്ക് പൊതുവെ ഹിന്ദി അറിയാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. കാര്യം കേരളത്തിലെ ആൾക്കാർക്ക് പൊതുവെ ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷാണ് പിന്നെയും തപ്പി നുളഞ്ഞൊക്കെ എന്തെങ്കിലും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഗബ്രി ഈ ബുദ്ധി അവിടെ പ്രയോഗിച്ചെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ചോദിക്കുന്നുണ്ട്, ജാസ്മിൻ ചോദിക്കുന്നുണ്ട്, നീ എന്ത് തേങ്ങയുടെ പറയുന്നത്? കേരളത്തിലെ ആൾക്കാരെ എല്ലാവരെയും പറ്റിക്കാൻ നോക്കുമ്പോൾ ജാസ്മിനും കേരളത്തിലുള്ളതല്ലേ, ജാസ്മിനും ഹിന്ദി അറിയില്ല. ഓക്കെ, അപ്പോൾ ഗബ്രിയൽ അവിടെ എന്താണ് ഉദ്ദേശിച്ചത്? ഒരു പണി കൊടുക്കാൻ നോക്കിയപ്പോൾ ഉദ്ദേശിച്ച ആൾക്കും കാര്യം മനസ്സിലായിട്ടില്ല, ജനങ്ങൾക്കാ മനസ്സിലാകുന്നില്ല, ഉദ്ദേശിച്ച ആൾക്കാർക്കും മനസ്സിലാകണ്ടേ എൻ്റെ പൊന്നു പോനെ ഗബ്രിയലെ, ഇങ്ങനെയാണ് ഹിന്ദി പറയാമോ നീ? അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. അതിനുശേഷം പിന്നെ വരുന്നത് ഗെയിമാണ്. അവിടെയാണ് ഇതിനകത്തൊരു വേറെ സംഭവം നടക്കുന്നത്. ഗെയിമിന് മുന്നേ ഒരു സംഭവമുണ്ട്. അതായത് ഇപ്പോൾ വലിയ പരിപാടികളൊന്നും നടക്കുന്നില്ല, ഈ തല്ലുപിടിയും ചുപ്പളാച്ചിയൊക്കെ ഉള്ളത്. അപ്പോൾ ബിഗ് ബോസ് ഗെയിം കൊടുത്തു. ചില ആൾക്കാരുടെ ലൈഫ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നടന്ന സ്ട്രഗിൾനെസ് അവരെങ്ങനെ അതിനെ അതിജീവിച്ചു, ലൈഫ് സ്റ്റോറി. ഇല്ലേ മറ്റേ അവൻ പറഞ്ഞ പോലത്തെ പട്ടാളത്തിൽ വെടികൊണ്ട് കിടന്നപ്പോൾ ഞാൻ പുറപ്പ് ഭാരത് മാതാ കീ ചെയ്യുന്ന വിളിച്ചിട്ട് മറ്റേ എണീറ്റ് നിന്ന് ഇന്ത്യ മൊത്തം കറങ്ങി എന്നുള്ള ആ തള്ളൊന്നുമല്ല, റിയൽ സ്റ്റോറിയാണ് പറഞ്ഞത് നമ്മുടെ മുടിയൻ വിഷ്ണു, നമ്മുടെ ഋഷിയാണ് പറഞ്ഞത്. ഉപ്പുമുളകും അവൻ പറഞ്ഞു തുടങ്ങിയത് ആൽക്കഹോളിക്കായിട്ടുള്ള ഫാദറിൻ്റെ കാര്യങ്ങളാണ്. അതെനിക്ക് പെട്ടെന്ന് ഈസിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. ഒന്നാമത്തെ കാര്യം, ഞാൻ വർക്ക് ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റ്, ഞാൻ കുറേ വർഷമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതും എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് ആൽക്കഹോളിക് അഡിക്ഷൻ അല്ലെങ്കിൽ സൈക്യാട്രി. ഓക്കെ, അപ്പോൾ അവൻ പറഞ്ഞത് കാര്യങ്ങളൊക്കെ ഭയങ്കരമാണ്. അത് അവിടെ ഇരുന്ന ഓരോ ആൾക്കാർക്കും അത് കൊണ്ടു എന്നുള്ളതാണ്. അത് പറഞ്ഞത് വലിയ മ്യൂസിക്, ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കുറേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ വേണം. അപ്പോൾ എങ്ങനെയാണ്, അതല്ല ട്രെൻഡ്. ഇന്നത്തെ അതൊന്നും വേണ്ടി വന്നില്ല. കാര്യം ആൽക്കഹോളിക്കായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒത്തിരി ഫാമിലീസിൽ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഫേസ് ചെയ്യുന്നൊരു സംഭവമാണ്. അതിലവൻ പറഞ്ഞത് അവൻ്റെ അച്ഛൻ പണ്ട് തുടങ്ങിയ ആൽക്കഹോളിക്കാണ്, നല്ല കഴിവുണ്ട്, യേശുദാസിനേക്കാളും നന്നായിട്ട് പാടും, ശബ്ദമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ആൽക്കഹോളിക്കായിട്ടൊരാൾ എന്തായിരിക്കും വീട്ടിൽ ചെയ്യണമെന്നുള്ളത് മക്കളോട് അമ്മമാർ പലരും പറയാറില്ല. അത് അവൻ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. അവൻ ചെറുപ്പകാലം തുടങ്ങിക്കൊണ്ടിരിക്കുന്നത് എറണാകുളത്തൊക്കെ, ഇപ്പോൾ പാലക്കാടും കണ്ണൂരും എങ്ങോട്ടൊക്കെയാണ് അച്ഛൻ്റെ അമ്മയുടെ വീട്, ഏതൊരു ഗാനമേളയ്ക്ക് കണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട് പ്രേമിച്ച് കിട്ടിയതാണെന്നുള്ളതാണ് പറയുന്നത്. അമ്മ പാലക്കാടുകാരിയാണ്, അതിൻ്റെതായിട്ടുള്ള നാട്ടിൻപുറത്തെ ഒരു നിഷ്കളങ്കതയൊക്കെ ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ പാലക്കാടിൻ്റെ ഒരു ഭംഗിയൊക്കെ പറ്റി പലരും പാടൻ പാട്ടുകളിൽ കേട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ തന്നെ. അപ്പോൾ അച്ഛൻ്റെ കഴിവുകളുണ്ടായിരുന്നു, പക്ഷെ അച്ഛൻ ആൽക്കഹോളിക് അഡിക്റ്റ് ആയതുകൊണ്ട് അമ്മേനെ നല്ല രീതിയിൽ ഉപദ്രവിക്കും. അപ്പോൾ അമ്മ ഇത് മക്കൾ കാണാണ്ടിരിക്കാൻ, പല വീട്ടിൽ സംഭവിക്കുന്ന കാര്യമാണ്, ഇതെനിക്കറിയാവുന്നതുകൊണ്ട് പറയണേ. അമ്മ എന്ത് ചെയ്യും, മക്കളെ അറിയിക്കാണ്ടിരിക്കും. പണ്ടൊക്കെ, ഇപ്പോഴൊക്കെ എങ്ങനെ കുറച്ചും കൂടിയൊക്കെ എടുത്തിട്ട് ചിലപ്പോൾ ചാമ്പി പുറത്തേക്ക് അടിക്കും. കാര്യം ഇപ്പോൾ കുറച്ചും കൂടിയൊക്കെ കാര്യങ്ങൾ അറിയാം എല്ലാവർക്കും. അപ്പോൾ അമ്മ ഇവൻ നോക്കുമ്പോൾ എപ്പോഴും അമ്മ ഇങ്ങനെ ഇരിക്കുവാണ്, അടി കൊണ്ടും പിടി കൊണ്ടും ഇടി കൊണ്ടും തെറിവിളി കേട്ടും അസഹനീയമാണ്. ഒരു ദിവസം ഇവൻ ബിയർ ബോട്ടിൽ പൊട്ടിച്ചെന്ന് പറഞ്ഞാൽ, ഇനി മേലെ അമ്മയെ തൊട്ടാൽ ഞാൻ തീർത്തളയെന്നായിട്ട് പറഞ്ഞു. അപ്പോൾ അച്ഛനെന്നുള്ള ഒരു അധികാരം ഉണ്ടെന്ന്, അച്ഛന് നേരെ നീ ഉണ്ടമ്പുരി എടുത്തുന്നോ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മക്കൾ അച്ഛനെ കൊല്ലാൻ വേണ്ടി കുപ്പി പൊട്ടിച്ച്. അപ്പോൾ അച്ഛൻ അത്ര നേരം കാണിച്ചതൊന്നും ഒരു വിഷയമില്ല. ആ സമയത്ത് അച്ഛന് പെട്ടെന്ന് ബോധം വന്നു, മദ്യത്തിൻ്റെ ലഹരിയൊക്കെ ഇറങ്ങിപ്പോയി. കാര്യം കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇച്ചിരി വേദനയുള്ള പരിപാടിയാണ്, അത് മദ്യത്തിലായാലും അല്ലേലും. ഓക്കെ, അത് സർജറിക്കൊക്കെ കയറ്റിയിട്ട് നമ്മൾ അനസ്തേഷ്യ കൊടുത്തതിന് ശേഷം സാധനം കത്തി വെക്കുമ്പോൾ ചെറിയൊരു തരിപ്പൊക്കെ വരാറുണ്ട്, അത് അനുഭവിച്ച ആൾക്കാർക്ക് അറിയാം. അപ്പോൾ അത്രയാണ് അതിൻ്റെ കാര്യം എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതവൻ പറഞ്ഞ സ്റ്റോറികൾ വളരെ രസകരമായിട്ട് അവൻ പറഞ്ഞു. പക്ഷേ അതിനകത്ത് പോയിരിക്കണ ഇൻറ്റൻസ്ഡായിട്ടുള്ള ഫീലുണ്ട്. ഈ ആൽക്കഹോളിക്കായിട്ടുള്ള ഒരാളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. അയൽവാസികളായിട്ട് പ്രശ്നം, അയൽവാസികളൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ കച്ചറയും ബഹളവും, അത് ലേറ്റ് നൈറ്റൊക്കെ ആയിരിക്കും എപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത്. ഒച്ചയും ബഹളം ഇല്ലാത്തൊരു സമയം ഉണ്ടാകില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയങ്ങളിൽ ഇവർക്ക് അയൽവാസികൾ കേസ് കൊടുക്കും. ഇപ്പം നമ്മൾ ഒരു എറണാകുളത്തെ പോലെ സ്ഥലങ്ങളിലൊക്കെ താമസിക്കണമെങ്കിൽ കേസല്ല, ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ സ്ഥലം മാറി വീട് ഇഷ്ടം മാറേണ്ടി വരും.
അപ്പോൾ ഇവർ ഋഷി അവിടെ എറണാകുളത്ത് അവർക്ക് താമസിക്കാത്ത വീടുകളില്ല, ഒത്തിരി സ്ഥലങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ എറണാകുളത്ത് ഇവിടെ നിന്ന് ജസ്റ്റ് ട്രാവൽ ചെയ്താൽ തന്നെ ഇവർ പണ്ട് താമസിച്ച വീടുകളൊക്കെ തന്നെയാണ് ഇതെന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ പല ആൾക്കാർക്ക് ഇതെന്താ ഏത് സ്റ്റോറിയിലേക്കാണ് ഇത് പോകുന്നത്, എത്ര ഇൻറ്റൻസ്ഡ് ആണ്, എത്രത്തോളം അവർ സഫർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് എല്ലാവരുടെയും ഫേസിൽ നമുക്ക് മനസ്സിലാവും. അവിടെ നിന്ന് മിക്ക ആൾക്കാരും കണ്ണ് നനയുന്നുണ്ട്. പല ആൾക്കാർക്ക് അത് കേൾക്കാൻ പോലുള്ള ഒരു ഇത് കാണിക്കുന്നില്ല. കാര്യം അവർ ഇത് കേൾക്കുന്നതനുസരിച്ച് അവരുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഫീൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ആ ഫീസിൽ പലരുടെയും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ആത്മഹത്യ ചെയ്യാൻ പറ്റിയില്ല. അമ്മയാണ് ഉള്ളത്. അപ്പോൾ അച്ഛനും അമ്മയും വേർപെട്ട് നിൽക്കുകയാണ് 8 വർഷമൊക്കെ ആയിട്ട്. ലീഗലി ഡിവോഴ്സ് അല്ല, പക്ഷേ സെപ്പറേഷനാണ്. അപ്പോൾ അങ്ങനെ അവരെ കരകയറ്റാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങിയതാണ് നമ്മുടെ മുടിയൻ പുത്രൻ മിടുക്കൻ. അപ്പോൾ അവനത് ചെയ്തു, അവൻ സക്സസ് ആണ്, അവൻ്റെ ലൈഫ് സക്സസ് ആണ്. അവൻ അത്രയും കാര്യങ്ങൾ നിന്നിട്ടാണ് അവനത് പഠിച്ചത്. അപ്പോൾ അവൻ പറയുന്നുണ്ട് മാതാപിതാക്കൾ എപ്പോഴും ഒരു റോൾ മോഡലായിരിക്കണം, ഒരു ഓർഗനൈസ് ചെയ്യണം ഫാമിലിനെ, അവർക്കൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. ആ ടൈം പീരീഡിൽ കിട്ടേണ്ടെന്ന് അവർക്ക് കിട്ടിയിട്ടില്ല. ഈ ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത് അവൻ്റെ പഠിത്തത്തെ അവൻ്റെ ജീവിതത്തെയും ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇവൻ പറയണത്. അതായത് ഇവനെ മുടിയൻ്റെ ലൈഫിനെ ബാധിച്ചിട്ടുണ്ട്. ചില ബ്ലാക്ക് ഔട്ട് എന്ന് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ ഇവൻ ഓർത്തെടുക്കാൻ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പോലും നമുക്കിപ്പോൾ ഒരു സ്ഥിരം നമ്മൾ വീട്ടിലേക്ക് വരുന്ന വഴി പോലും ചിലപ്പോൾ നമുക്ക് ഓർക്കണമെന്നില്ല, നമ്മുടെ മെമ്മറിയിലേക്ക് വരണമെന്നില്ല. എഴുതുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് എഴുതാൻ പറ്റണമെന്നില്ല. ഓക്കെ, അത് ഇങ്ങനെ ഒരു 1 വീക്ക് ഇവന് ഈ സംഭവം നടന്നിട്ടുള്ളൂ ഇവൻ്റെ ലൈഫിൽ. അപ്പം തന്നെ അവന് വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച് ന്യൂറോനെ കാണിച്ചത്. ഇത് ന്യൂറോനെ കാണിക്കേണ്ട കേസ് ഇതൊക്കെ കാണിച്ചപ്പോൾ ഇവർ എന്താണ് സംഭവം എന്ന് ആദ്യം ഡോക്ടർക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു മെഡിസിനെ കൊടുത്ത് റെഡിയാക്കി. പക്ഷേ അമ്മ ഡോക്ടറോട് പറഞ്ഞെന്ന് പറയും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട്. കാര്യം വീട്ടിലെ അവസ്ഥ ഇതാണ്. അപ്പോൾ അവന് ഉറക്കം, ഇതിൻ്റെ റീസൺ എന്താണെന്ന് ഇവർക്ക് അറിയില്ലല്ലോ. ഇത്രയും ഒരു ഹിസ്റ്ററി കേട്ടപ്പോൾ ഡോക്ടർ ഇവന് ഉറക്കം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞതെന്നുള്ളത്. അല്ല, അതിനുള്ള മെഡിസിനാണ് കൊടുത്തത്. അപ്പോൾ ഉറക്കം കറക്റ്റായപ്പോൾ ആൾ വീണ്ടും പഴയ സ്റ്റേജിലേക്ക് എത്തി. അപ്പോൾ അത്ര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാര്യം നമ്മൾ പുറമേ കാണുന്ന ആൾക്കാർക്ക് പലരും അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മദ്യപിക്കുമ്പോൾ ലിവർ അടിച്ച് പോവും, ഇതാണ് കണ്ണടിച്ച് പോവും, അവൻ വലിയ കുടിയനാണ്, ഇതൊക്കെയാണ്. ഇതിൻ്റെ ബാക്കിൽ ഒരു ഫാമിലി എന്തോരം സ്ട്രഗിൾ എടുക്കുന്നുണ്ടെന്നറിയാമോ? അയ്യോ, ഒരാളൊരു വീട്ടിൽ കുടിയനായി പോയി കഴിഞ്ഞാൽ ആ ഫാമിലിയിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഡിസോറിയൻറ്റഡ് ആവും. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നമ്മുടെ ഇന്നത്തെ കാലത്ത് കാണുന്ന പല മക്കളൊക്കെ വഴിതെറ്റി പോകണം എന്നുള്ളത്, അല്ലെങ്കിൽ ചില പിള്ളേർ ചില ആൾക്കാരുടെ ഒളിച്ചോടി പോകണം എന്നുള്ളത്, ഇതിൻ്റെയൊക്കെ ഹിസ്റ്ററി നമ്മൾ എടുത്ത് ചെല്ലുമ്പോൾ ഈ ഫാമിലിയിൽ നടക്കുന്ന ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഗതികെട്ടിട്ട് ഇറങ്ങി ഓടുന്ന പിള്ളേർ ഇഷ്ടംമാരുണ്ട്. അത് നമുക്കറിയാം. ഞാനത് വർക്ക് ചെയ്ത് നമ്മൾ ഹിസ്റ്ററി ഒത്തിരി എടുത്തിട്ടുള്ളതാണ് പല ആൾക്കാരുടെയും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഇതിന് ശേഷം അപ്പോൾ ഇത് എല്ലാവരും ക്ലാപ്പോടുകൂടി ഇപ്പോൾ അവൻ സക്സസ് ആണ്, ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് എന്നുള്ളതൊക്കെ പറഞ്ഞ് വളരെ ഇത്രയൊക്കെയാണ് എനിക്ക് മനസ്സിലാവും. ഇനി ഉണ്ടായില്ലാത്ത നിങ്ങളത് എപ്പിസോഡ് കണ്ടാൽ മനസ്സിലാവും. അതിനുശേഷം അതൊക്കെ ക്ലാപ്പ് അടിച്ചു വിട്ടു. ഇതിന് ശേഷം ഒരു ഗെയിം നടന്നു. അപ്പോൾ റോക്കി രാവിലെ നിങ്ങൾ പ്രണയമൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം കോംപ്രമൈസ് ചെയ്ത് വിട്ടെങ്കിൽ റോക്കിക്ക് വീണ്ടും അതിനകത്ത് ഇനി കണ്ടന്റ് ക്രിയേഷൻ്റെ ഭാഗമാണ്. അതോ ഇവൻ ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല, ഇവൻ ഞാൻ ഉദ്ദേശിച്ച കഥയല്ലല്ലോ പറഞ്ഞെന്നുള്ളത് കൊണ്ടാണെന്നറിയില്ല ബോൾ ചെറിയുടെ ഗെയിമിൽ പോകുന്നത്. അപ്പോൾ എല്ലാവരും കൂടിയാണ് മിങ്കിൾ ചെയ്താണ് ഈ ഗെയിം കളിക്കേണ്ടത്. മറ്റേ ടെന്നീസ് ബോൾ പോലത്തെ സംഭവമാണ്, ചെറിയ സോഫ്റ്റ് ബോളാണ്. അപ്പോൾ അത് എറിഞ്ഞപ്പോൾ റോക്കി ഒരു ഇച്ചിരി സോഫ്റ്റായിട്ടൊന്നും ഒരു കാര്യത്തിന് അപ്രോച്ച് ചെയ്യുന്ന ഒരാളല്ലാന്ന് തോന്നുന്നു. പുള്ളിയുടെ ഒരു രീതി വെച്ച് എല്ലാവർക്കും അപ്പോൾ എറിയ അത്യാവശ്യം എല്ലാവർക്കും കൊണ്ടിട്ടുണ്ട്. അതിനകത്ത് അപ്സരയ്ക്ക് കൊണ്ടിട്ടുണ്ട്, ശ്രീരേഖയ്ക്ക് കൊണ്ടിട്ടുണ്ട്, അവിടെ ഇവിടെ അസ്ഥാനത്തൊക്കെ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി കൊണ്ടത് അപ്പോൾ ഇതിനിടയ്ക്ക് ഗബ്രിയലിനിട്ടും കൊടുക്കുന്നുണ്ട്. ഗബ്രിയൽ പറയണത് മനഃപൂർവ്വം 6 പ്രാവശ്യം എറിഞ്ഞത് ഇവൻ അറിയാണ്ടെറിഞ്ഞതല്ല, ഇവൻ മനഃപൂർവ്വം എനിക്കിട്ട് എറിഞ്ഞാണെന്ന് പറയുന്നുണ്ട്. അവിടെ പ്രശ്നം തുടങ്ങുന്നുണ്ട്. അപ്പം ഞാനാണെങ്കിൽ ഒന്നുകൂടി അറിയണം. അപ്പോൾ ഗബ്രിയലിന് കൊണ്ടത് ഗബ്രിയൽ വിഷയമാക്കിയില്ലെങ്കിൽ പോലും ശ്രീരേഖയ്ക്ക് കൊണ്ടു എന്നുള്ള രീതിയിൽ ഗബ്രിയലിന് കൊണ്ടതും ശ്രീരേഖയ്ക്ക് കൊണ്ടതും കൂടി വലിയ വിഷയമാക്കാൻ വേണ്ടി അപ്പോൾ പുള്ളിക്കെതിരെ തിരിക്കാൻ വേണ്ടി നോക്കി. അപ്പോൾ ശ്രീരേഖ പറഞ്ഞു എനിക്ക് പരാതിയില്ല, ഞാനിത് ഗെയിം സ്പിറ്റിൽ എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ ഗെയിം സ്പിറ്റിൽ എടുത്താൽ എനിക്കിട്ട് കഴിവ് കൊണ്ടില്ല, അത് ഞാൻ പിന്നെ ഇവിടെ പറയും. അതാണ് ഉദ്ദേശ സംഭവം. അപ്പോൾ പുള്ളി അതവിടെ കത്തിച്ച് പിന്നെ ചോദിക്കുന്നുണ്ട് ഞാനാണെങ്കിൽ എറിയടാന്ന് പറയുമ്പോൾ അവിടെ ആണത്തത്തെ ചോദിച്ചപ്പോൾ ഓക്കെ ഇടാം, ഇപ്പം ശരിയാക്കി തരാം, ഓക്കെ എന്നങ്ങോട്ട് പണി ഇങ്ങോട്ട് തുടങ്ങിയാണ്. അപ്പോൾ ഒരു ഇടിവരെ എത്തി. ശരിക്കും അവിടെ സീൻ ശരി ബിഗ് ബോസ് എന്നൊക്കെ ചിലപ്പോൾ മറന്നുപോയേനെ. അതിൻ്റെ ഇടയ്ക്ക് ബിഗ് ബോസ് അങ്ങനെ ഒഴിവ് തരുന്ന ഒരടി പുള്ളിക്കും കിട്ടിയേനെ. കാര്യം ആ സിറ്റുവേഷൻ നല്ല കത്തി കയറിയായിട്ട് പോകാൻ സമയമായിരുന്നു. അപ്പോൾ പലരും പിടിച്ച് മാറ്റുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്തു, നമ്മുടെ കഥാനായിക തമ്പുരാട്ടി വരുന്നു, ശ്രീരേഖയ്ക്ക് എറികൊണ്ടത് പെണ്ണുങ്ങളുടെ അസ്ഥാനത്താണ് എറിയണം എന്നുള്ള ഡയലോഗ് അടിക്കുന്നു. അവിടെയാണ് നമ്മുടെ അർജുൻ, ഞാനതാണ് പറഞ്ഞു ഇന്നത്തെ ദിവസത്തിൽ കുറേ കാര്യങ്ങൾ കയറി വന്നിട്ടുണ്ട്. അർജുൻ കയറി വരുന്നു. സ്ത്രീകളുടെ അസ്ഥാനത്തോ, സ്ത്രീകൾക്ക് മാത്രമേ ഒരു അസ്ഥാനമുള്ളൂ, ബാക്കി എല്ലാവരും കളിക്കാൻ പറ്റുന്നില്ലാത്ത ആൾ ഫ്രണ്ടിൽ കയറി നിൽക്കരുത്. ഗബ്രിയൽ ഫ്രണ്ടിൽ കയറി നിന്ന് എറിയും കൊണ്ടേച്ചും
ചുമ്മാ ഈ ഉടായ്പ പരിപാടി. പിന്നെ സ്ത്രീകളും പുരുഷന്മാരോട് എന്ത് വ്യത്യാസം ഇവിടെ ഇരിക്കുന്നത്? സിജോയും അതേ കയറി പിടിച്ചു. എന്തിനാണ് സ്ത്രീകളും പുരുഷന്മാരുടെ വ്യത്യാസം പറയുന്നത്? ഇത് ഗെയിം എല്ലാവരും കൂടി ഒന്നിച്ച് കളിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും ആ സ്പിരിറ്റ് എടുത്താൽ മതി. അങ്ങനെ അപ്പോൾ അടി ബഹളം നല്ല രീതിയിൽ അടിച്ചങ്ങോട്ട് പിരിഞ്ചാച്ചി, ഞാനും ജോജി അടിച്ച് പിരിഞ്ചാച്ചി എന്നുള്ള സിറ്റുവേഷനിലേക്ക് വന്നപ്പോഴാണ് ബിഗ് ബോസ് അകത്തേക്ക് വാടാ പൊന്നു മക്കളെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ആരെയാണ് നമ്മുടെ ഗബ്രിയലിനെയും റോക്കി ഇടും അകത്തേക്ക് വാ, ഇപ്പോൾ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു വെച്ചു. പക്ഷേ ഇവർ ഉടനെ പോയിട്ടൊന്നുമില്ല. അപ്പോൾ സിജോയും ജാസ്മിനുമായിട്ട് നീ എന്തിനാണ് വെറുതെ ആണുങ്ങളും പെണ്ണുങ്ങളാണ്, നീയാണ് ഈ പ്രശ്നം എരിവ് കയറ്റെന്ന് പറഞ്ഞപ്പോൾ ബിഗ് ബോസ് അവളോട് നിൽക്കുകയാണ്, എന്നാൽ അവളും കൂടി കയറും, ജാസ്മിനും കൂടി കയറി അകത്തേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുചെന്ന് വെച്ചും പറഞ്ഞു, ഇവിടെ കിടന്ന് ചുമ്മാ ചപ്പ്ളാച്ചി കാണിക്കല്ലേ നിങ്ങൾ, ഇതൊരു ഗെയിം സ്പിരിറ്റിൽ എടുത്തുകൂടെ നിങ്ങൾ? അല്ലാണ്ട് തന്നെ ഇവിടെ പ്രശ്നങ്ങൾ തന്നെയാണ്. സംഭവം ബിഗ് ബോസ് അണ്ണി എയറിലാക്കാനുള്ള കുറേ വീഡിയോസ് കിട്ടി, കണ്ടന്റ് കിട്ടിയെങ്കിലും നീയൊക്കെ എന്ത് തേങ്ങയുടെ കാണിക്കണം എന്നുള്ളതാണ് ചോദിച്ചത്. സംഭവം കുറച്ച് പരിപാടി കിട്ടി നിങ്ങളിൽ നിന്ന്, അതിന് താങ്ക്സ് ഉണ്ട്, അതിപ്പോൾ ഞാൻ തരുന്നില്ല. നീയൊക്കെ എന്ത് ഉണ്ടമ്പുരേ കാണിച്ചിട്ടിരിക്കണേ, ഒരു കൂടാന്നുള്ള രീതിയിലാണ് അവിടെ സംസാരിച്ചത്. അതായത് ഇത്രേ ഉള്ളൂ, ഇതെല്ലാവരും കാണുന്നതാണ്. നിങ്ങൾ ഒരു സംഭവം ചെയ്യുന്നില്ല, എല്ലാ ദിവസവും ഈ അടിയും പിടിയും അല്ലാണ്ട് നിങ്ങൾ കാര്യങ്ങളായിട്ട് കഴിച്ച് അതിനെ ഉൾക്കൊണ്ടൽ രീതിയിലൊക്കെ ഉൾക്കൊള്ളുക, ഗെയിമിൽ ആ സ്പിരിറ്റിൽ കാണുക എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് അടിച്ച് പുറത്തേക്ക് വിട്ടു. അത്രയൊക്കെയാണ് ഇന്നത്തെ ദിവസം. ഇത്രയൊക്കെ ഞാൻ ചെയ്തുള്ളൂ. ജ്യോതിയും വന്നില്ല, ഒരു തേങ്ങയും വന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് അവിടെ നടന്നത്. ഏതായാലും കൊള്ളായിരുന്നു. ഇന്നത്തെ ദിവസം മൊത്തത്തിൽ ഒരു കയറി വന്ന ദിവസമായിരുന്നു. അത്യാവശ്യം പ്രശ്നങ്ങൾ കാര്യമുണ്ട്. റോക്കിയാണ് രാവിലത്തെ 3 സെഷനിലും ഉണ്ടായത്. 1 ക്വസ്റ്റ്യൻ ചെയ്യൽ, 2 ഇതിന് ശേഷമുള്ള സീനാണ് ബാക്കി വന്നത്. ഇതിന് ശേഷമുള്ള സീനാണ് ഇന്ന് ആ പ്രൊമോ വിട്ടിരിക്കുന്നത്. അതാണ് എയറിലാക്കിയ നമ്മുടെ പ്രൊമോ എന്ന് പറയുന്നത്. റോക്കി ഇടിച്ച് ചമ്മന്തിപ്പൊടിയാക്കിയത് ആ ഒരു ടേബിളിൻ്റെ ഒരു കഷ്ണത്തെ. ഓക്കെ, അതിൽ ഭയങ്കര രസകരമായിട്ട് ഇവർ ചെയ്തു കേട്ടോ. അതെനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെയാണ് ഗബ്രിയലിൻ്റെ ബുദ്ധിയെ ഞാൻ അംഗീകരിച്ചത്. ഗബ്രിയൽ പറയുന്നുണ്ട് അവിടെ, ഏതോ പഴയ മലയാള സിനിമകളുടെ പാട്ടൊക്കെ പാടിയാണ് പറയുന്നത്. മാനസ മൈനെ വരുമെന്ന് പറഞ്ഞ് ചിരിച്ചോളാൻ പറഞ്ഞു. ഇവർ പറയുന്നത് മാനസ മൈനയൊക്കെയാണ്. എന്നിട്ട് ചിരിക്കുമ്പോൾ മറ്റവൾ അവിടെ പാടിയിരുന്ന് ഇങ്ങനെ എന്നെ പറ്റിയാണോ? അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് ക്യാമറയൊക്കെ നല്ല സെറ്റ് ചെയ്ത്, ക്യാമറ അതിന് മാത്രം ഉണ്ടെന്ന് കേട്ടോ ബിഗ് ബോസ് ഉണ്ടെങ്കിൽ. കാര്യം നല്ലൊരു സിനിമ ഷൂട്ട് ചെയ്യുന്ന പോലെയാണ് അണ്ണനെ ഓരോ സീനും അവിടെ പൊക്കിയിരിക്കുന്നത്. ഓക്കെ, പിന്നെ എന്തൊക്കെയോ ഡയലോഗ് പറയുന്നുണ്ട്, ഏതൊക്കെയോ പാട്ടൊക്കെ പാടിയിട്ട്, ചെമ്മീനിലെ പാട്ടോ ഏതൊക്കെയോ പാട്ടുകളൊക്കെ പാടിയിട്ട് ഡയലോഗൊക്കെ പറഞ്ഞിട്ട് ഇവർ ചുമ്മാ ചിരിക്കുമ്പോൾ റോക്കി വിചാരിക്കുന്നത് റോക്കിനെയാണെന്നുള്ളതാണ്. റോക്കി അങ്ങോട്ട് ചെല്ലുന്നു, രാവിലെ തുടങ്ങി നീ എൻ്റെ പുറകെയാണ്, എന്നെ കിട്ടി ഞാൻ പിടി അവിടെ ഇടിച്ച് ചമ്മന്തിപ്പൊടിയാക്കി. വേദന ഉണ്ടായിരുന്നു, അത് അറിയിച്ചില്ല. വേദന ഇവിടെ അറിയിക്കാൻ പറ്റിയല്ലോ. അപ്പോൾ ഇങ്ങനെ പഞ്ചിൻ്റെ നമ്മുടെ ഈ പഴയ ഡിനോസറിൻ്റെയൊക്കെ സിനിമകളുടെ അകത്ത് കാൽപാദം പതിഞ്ഞ പോലെ അവിടെ ഒരു പാട് വന്നിട്ടുണ്ട്, ഫിംഗർ പ്രിൻറ്റ്, അത് പ്രൂഫാണ്. അപ്പോൾ അവർക്ക് സമാധാനമായി. കാര്യം ഇത് പുള്ളീനെ പ്രൊവോക്ക് ചെയ്ത് അവർ ഉദ്ദേശിച്ച അതൊക്കെ തന്നെയാണ്. അവർ ഒരു ആ ജോഡിയായിട്ട് നിന്നിട്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പ്, അവർ ഒരു ഗെയിം കളിക്കാൻ വേണ്ടിയാണല്ലോ ഇവർ പ്രേമം അഭിനയിക്കണം, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് കൂടിയെന്നുണ്ട്. അത് കൂടിയത് കൊണ്ട് ഇന്നാണ് അപ്പോൾ ഒരു പ്രയോജനം ഉണ്ടായത്. അതിൽ വീണത് റോക്കിയാണ്. ഓക്കെ, അതെല്ലാം അവരതിൽ വിജയിച്ചു. റോക്കി പോയി. റോക്കി അവിടെ വെച്ച് കാണിക്കാത്ത വേദന ഇപ്പറ പോയി ഇരുന്ന് വെച്ച് വേദന കാണിച്ചില്ലെങ്കിലും ആൾക്കാർ കൂടി എൻ്റെ കൈ അങ്ങനെ പറഞ്ഞിട്ട് ഉള്ളിലുണ്ട് നല്ല വേദന ഉണ്ടാവും. കാര്യം അങ്ങനെയൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ വേദന ഉണ്ട്. കാര്യം ബിഗ് ബോസ് ചുമ്മാ സെക്കൻഡ് ഹാൻഡ് സാധനം മേടിച്ച് വെച്ചാണെങ്കിലും സംഭവം അത്യാവശ്യം നല്ല വെയിറ്റുള്ള സാധനങ്ങളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിലിടിച്ച് കൈ പോയി. അതാണ് ആ പ്രൊമോ കണ്ടത്. അപ്പോൾ നീ രാവിലെ തുടങ്ങി എൻ്റെ പുറകെയാണ്, നിനക്കിട്ട് തരാടാ. ഇത് പുറത്താണെങ്കിൽ തന്നെ ഞാൻ തീർത്തേനെ. ഈ അവസ്ഥയിലാണെങ്കിൽ പുറത്തിറങ്ങണതിന് മുമ്പ് അവിടെ വെച്ച് എന്തെങ്കിലുമൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. ഒറിജിനൽ ജയിലൊക്കെ അവിടെ പണിയേണ്ടി വരുമെന്ന് എനിക്ക് തോന്നണം ഈ അവസ്ഥയിൽ. ഒറിജിനൽ പോലീസും വേണ്ടി വരും. ഇപ്പം നിൽക്കുന്ന ബാക്കി എല്ലാവരും ഒറിജിനലാക്കേണ്ടി വരും, ഇവിടെയുള്ള ഡ്യൂപ്ലിക്കേറ്റിനെയൊക്കെ പറഞ്ഞു വിട്ടിട്ടേ. അതാണ് അവസ്ഥ. അപ്പോൾ ഇത്രയൊക്കെയാണ് നടന്നത്. അതെല്ലാം രസകരമായൊരു ദിവസമായിരുന്നു. ഒരു കാര്യം കൂടി പറയാനുണ്ട്, അത് പറയാണ്ട് ഇനി ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല. ഈ രതീഷ് ഭായിനെ പുറത്തടിച്ചതിന് ശേഷം നമ്മുടെ സുരേഷ് ഭായി മൊത്തം പല മേക്ക് ഓവറിലാണ്. ഒരു ദിവസം എന്തെങ്കിലും കോഴിയുടെ മറ്റേ കൂടെ കോഴി തൂവൽ മറ്റേ അതിൻ്റെ തലയിൽ കിരീടം ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു സാധനം തലയിൽ വെച്ചിരിപ്പുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഏതോ വേറൊരു വേഷത്തിൽ ഇരിപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വേറൊരു വേഷത്തിൽ. മൊത്തം ആൾമാറാട്ടം നടക്കുന്ന പോലെയാണ്. ഇനി രതീഷ് കുമാർ പുറത്ത് ആളുമായിട്ട് നിൽപ്പുണ്ടോ എന്നുള്ള പേടിച്ചിട്ടാണോ, അതോ ആൾമാറാട്ടം നടത്തി ഇതിനകത്ത് ജീവിക്കുന്നത്? കാര്യം മൂപ്പരെ ഇപ്പോൾ ഒരു ഗെയിമിലും കാണുന്നുമില്ല, മൂപ്പരുടെ ഒരു ന്യൂസ് പുറത്തേക്ക് വരുന്നുമില്ല ആരും. മൂപ്പര് മൊത്തം ആൾമാറാട്ടം നടത്തി എന്തൊക്കെയോ പരിപാടി കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. നിങ്ങൾ ഈ സീനിലൊക്കെ നോക്കിയാൽ മതി. ശരിക്കും നമ്മുടെ ആദ്യം വന്ന സുരേഷ് ഭായി ആണോ ഇതിനകത്ത് ഇരിക്കുന്നത്? വേറെ ആളെ പോലെയൊക്കെ ഇരിക്കുന്നു. ഞാൻ വിചാരിച്ചത് ആരും ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ വിചാരിച്ചു ഗെയിമിൻ്റെ ഭാഗമാണെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതൊന്നുമല്ല. ആളുടെ ഒരു ബുദ്ധിയിൽ
ഈ ബിഗ് ബോസ് വീട് തന്നെ ഒരു ലോകമായിട്ട് പ്രഖ്യാപിച്ച് രതീഷിൻ്റെതായുള്ള ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രതീഷിൻ്റെ ഗ്യാങ്ങുകൾ തന്നെ ആക്രമിക്കുമെന്നുള്ള പേരിൽ ആൾമാറാട്ടം നടത്തി സിനിമയിലെ പോലെ ബിഗ് ബോസിലും ജീവിക്കുന്നത് സുരേഷ് ഭായിയാണ് രണ്ട് ദിവസമായിട്ട് കാണാൻ സാധിച്ചത്. അതിൻ്റെ ഒരു കാര്യത്തിൽ തീരുമാനമാക്കുമെന്ന് വിശ്വസിക്കണം ബിഗ് ബോസേ. പിന്നെ കലാശക്കൂട്ടം എന്ന് പറഞ്ഞ പോലെ CID രാംദാസ്, ലാലേട്ടൻ CID രാംദാസ് ആയിട്ട് അവിടെ അവതരിച്ചു. അവിടെ ആ ഒരു കണ്ണാടിയോടെ വന്നിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ എന്തൊക്കെയോ പറഞ്ഞു, നാളെ ഒരാളുടെ ബർത്ത്ഡേ ആണല്ലോ, എന്താ മോനെ ബർത്ത്ഡേ ഒന്ന് ആഘോഷിക്കണ്ടേ, ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ, കൊച്ചു കള്ള കയ്യിലിരുന്ന് ബലൂണൊക്കെ പൊട്ടിച്ച് കോമഡി ഉണ്ടാക്കാൻ നോക്കിയെങ്കിലും അതൊന്നും ആരും ശ്രദ്ധിച്ചില്ല. അവിടെ ശ്രദ്ധിച്ചില്ല എന്നല്ല, അവിടെ അതിലും വലിയ നീര് നിൽക്കണതിൻ്റെ ഇടക്കാണ് കോമഡി, അതൊരു ബലൂൺ പൊട്ടിച്ചുള്ള കോമഡി. അപ്പോൾ അതൊന്നും അവിടെ എറിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് ലാലേട്ടൻ ആ വഴിക്ക് പോയി, ഇനിയിപ്പോൾ ഉടനെയൊന്നും വരാൻ സാധ്യതയില്ല. രാംദാസിനോട് ബഹുമാനമില്ല അല്ലേ, CIDകളോട് ബഹുമാനമില്ലാത്ത അലവലാദികളൊന്നും മനസ്സിൽ പറഞ്ഞിട്ടായിരിക്കും പോയിരിക്കുന്നത്. ഏതായാലും അങ്ങനെയാണ് ഇന്നത്തെ കംപ്ലീറ്റ് പാക്കേജ് ഇന്നത്തെ ദിവസം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഓക്കെ.